സുന്നത്തുകൾ വീട്ടിൽ നിസ്കരിക്കണം എന്ന് നിർബന്ധമുള്ള ഒരു കാര്യമല്ല. എന്നാൽ യാത്രയിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ എന്തില്ല, റവാത്തിബ് സുന്നത്ത് ഒഴിവാക്കുക എന്നുള്ളതാണ് എന്ത് സുന്നത്ത്. നിസ്കരിച്ചു എന്ന് വിചാരിച്ചത് കുറ്റക്കാരനോ അങ്ങനത്തെ വിഷയമൊന്നുമില്ല. എന്നാൽ അവിടെ ഒഴിവാക്കലാണ് ഏറ്റവും നല്ലത്. ഏറ്റവും നല്ല മാർഗ്ഗം ആരുടെ മാർഗ്ഗമാണ്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗ്ഗമാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാർഗ്ഗം എന്താണ്? യാത്രയിൽ ഫജറിന്റെ റവാത്തിബല്ലാത്ത, ഫജറിന്റെ റാത്തിബത്തല്ലാത്ത ബാക്കിയുള്ള റവാത്തിബുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി. അപ്പൊ അവിടെ ആ സുന്നത്ത് ഒഴിവാക്കുക എന്നുള്ളതാണ് സുന്നത്ത്. ഇപ്പോ ഖൈസ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കൽ നബിന്റെ കൂടെ ഫജർ നിസ്കരിച്ചു. ഫജർ നിസ്കരിച്ചിട്ട് പിന്നെ എഴുന്നേറ്റ് നിസ്കരിക്കാൻ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫജർ 2 റക്അത്താണ്. നബി പറഞ്ഞു, ഫജർ 2 റക്അത്തല്ലേ ഉള്ളൂ, 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പിന്നെ എന്താണ് എഴുന്നേറ്റ് നിസ്കരിക്കുന്നത്? അപ്പൊ ഖൈസ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഫജറിന് മുമ്പുള്ള 2 റക്അത്ത് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, നിസ്കരിച്ചിട്ടില്ല. അതാണ് ഞാനിപ്പോൾ നിസ്കരിച്ചത്. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസക്കത്ത റസൂലുള്ളാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടിയില്ല. നബി എന്ത് ചെയ്യുക, അത് അംഗീകരിക്കാൻ. അപ്പൊ നബി അത് എതിർത്തിട്ടില്ല. അപ്പൊ അത് അനുവദനീയമാണ്. അങ്ങനത്തെ ഒരു ഫജറിന്റെ മുമ്പുള്ള റാത്തിബത്ത് അല്ലെങ്കിൽ ബാക്കിയുള്ള റവാത്തിബുകൾ ഒരാൾക്ക് ഇളവ് കാരണം നഷ്ടപ്പെട്ടാൽ അയാൾക്കത് വീട്ടിൽ നിർവഹിക്കാം എന്നത് തന്നെയാണ് ആ വിഷയത്തിലുള്ള ശരിയായ അഭിപ്രായം.